സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മനോജ് ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ധനലക്ഷ്മി ആണെങ്കിൽ മനോജിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം മനോജ് പറയുന്നു, എനിക്കിപ്പോൾ കേൾക്കാൻ സമയമില്ല, പിന്നീടാകാമെന്ന് പറയുമ്പോൾ പറ്റില്ല, എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. പലതവണ ഞാൻ മനോജേട്ടനോട് ചോദിച്ചേലേ കൺമണിയുടെ വിവാഹം നടത്താനുള്ള ക്യാഷ് എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്ന്. അപ്പോഴൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ, എന്നിട്ട് ഒടുക്കം എന്തായി? അത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിഷമിക്കും, ടെൻഷൻ അടിക്കുമെന്ന് വിചാരിച്ചിട്ടാ. ടെൻഷനൊന്നും ആയില്ലല്ലോ. കല്യാണ സമയത്ത് കുറേ ഗുണ്ടകൾ വന്ന് എൻ്റെ ഭർത്താവിനെ എൻ്റെ കൺമുന്നിട്ട് തന്നെ തല്ലി ശരിയാക്കി. അതിനുശേഷം പോലീസ് വന്ന് ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ കണ്ടിട്ട് എനിക്കൊരു വിഷമവുമില്ല, സന്തോഷമാണ് ഉള്ളത്. എന്നെയോ എൻ്റെ കുഞ്ഞിനെ പറ്റിയോ മനോജേട്ടൻ ഇന്ന് വരെ ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴും അച്ഛൻ, കുടുംബം, സഹോദരി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് വിഷമത്തിലാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ മോനുമാണ്. ഭർത്താവിനെ പോലീസ് കൊണ്ടുപോകുന്നതും അച്ഛൻ ജയിലിലാണെന്ന് പറയുന്ന മകൻ്റെ വിഷമമൊന്നും മനോജേട്ടൻ അറിയണ്ടല്ലോ. കൺമണിയുടെ സന്തോഷം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അച്ഛനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ജയിലിലാണെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ കളിയാക്കുന്നു. സ്കൂളിൽ പോകാൻ പോലും വയ്യെന്നും പറഞ്ഞ് ഗോകുലാണെങ്കിൽ വിഷമിച്ച് നിന്ന സമയത്ത് ഞാൻ ഒരുവിധം അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച്. അപ്പം മനോജാണെങ്കിൽ സങ്കടത്തോടെ ധനത്തിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പേര് നീ ഒരുപാട് വിഷമിച്ചല്ലേ? എൻ്റെ പേര് നിനക്കും മകനും ഉണ്ടായ അപമാനത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. വീണ്ടും വിചാരമില്ലാതെ ഓരോന്നും ചെയ്തതിൻ്റെ ഇനി ഞാൻ അങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം കൃഷ് ആണെങ്കിൽ ട്രിപ്പിന് പോയ കാര്യങ്ങളും സെൽഫി എടുക്കുന്ന നേരത്ത് പോലും കൃഷിനെയും കൺമണിയും ആരും വിളിച്ചില്ല എന്നൊക്കെയുള്ള വിഷമത്തിൽ ഓരോന്നും ആലോചിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് എന്നോട് എന്തോ ഒരു അകൽച്ചയുണ്ട്. എൻ്റെ തോന്നലാകുമോ അതോ സത്യമാണോ? അമ്മ എന്നെ പല കാര്യങ്ങളിലും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സാഗറാണെങ്കിൽ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സുജിയോട് വന്ന് പരാതി പറയുന്നുണ്ട്. സുജി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുക. കൃഷിനെ അവോയ്ഡ് ചെയ്യരുത്. കൃഷിനെ അവോയ്ഡ് ചെയ്തെന്നോ? അവനിപ്പം വന്ന് എന്നോട് പരാതി പറഞ്ഞതേ ഉള്ളൂ. ട്രിപ്പിന് പോയ സമയത്ത് നീ സെൽഫി എടുത്തപ്പോൾ കൃഷിനെ വിളിച്ചില്ലെന്ന്. അതവന് ഭയങ്കര വിഷമമായി. അയ്യോ, ഞാൻ അപ്പോഴും ഓർത്തതേ ഇല്ല. സെൽഫി എടുത്തപ്പോൾ ഞാൻ അവനെ വിളിച്ചില്ലേ, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും അങ്ങനെ സംഭവിച്ചു, പക്ഷെ അതവനെ വല്ലാതെ ഫീൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പം തന്നെ അവൻ്റെ തെറ്റിദ്ധാരണ മാറ്റിയിട്ടേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സുജി ആണെങ്കിൽ കൃഷിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നു. വേണ്ട, പിന്നീടാവാം, പിന്നീട് ചോദിക്കാമെന്നൊക്കെ സാഗർ പറയുമ്പോൾ കേൾക്കാതെ ആ നിമിഷം തന്നെ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സുജി ആണെങ്കിൽ കൃഷിനെ കൂട്ടി സാഗറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പരാതിക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി പറ നിൻ്റെ പരാതി. അതല്ലമ്മ, പല കാര്യങ്ങളിലും അമ്മ എന്നെ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓഫീസിൽ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉദാഹരണം പറയണമെങ്കിൽ അമ്മ പറഞ്ഞു എന്നുള്ള രൂപത്തിനേ ഞാൻ പറയാറുള്ളൂ. അങ്ങനെ പോലും എല്ലാവരും എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. മറ്റാരെന്നെ അവോയ്ഡ് ചെയ്താലും എനിക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷേ എൻ്റെ അമ്മ എന്നെ അവോയ്ഡ് ചെയ്താലോ, എന്നോട് പരിഗണന കാണിച്ചില്ലേലോ എനിക്ക് വിഷമമാകും. എന്നോട് അങ്ങനെ ചെയ്യില്ലേന്നൊക്കെ പറഞ്ഞ് കൃഷി കരയുന്നത് കണ്ടിട്ട് സുജിക്കും അതിനേക്കാളും സങ്കടമാകുന്നു. സുജി കരയുന്നത് കണ്ടിട്ട് സാഗർ പറയുന്നു, ദേ അമ്മ കരയുന്നു, അതുകൊണ്ട് വിഷയം മാറ്റാൻ പറഞ്ഞ് അവർ രണ്ടും കൂടി ചുമ്മാ ആക്ട് ചെയ്ത് സുജിയുടെ സങ്കടമൊക്കെ മാറ്റി കോംപ്രമൈസായി സുജിയും കൃഷും ഒക്കെ സന്തോഷത്തോടെ പരസ്പരം സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും കൃഷി ആണെങ്കിൽ എല്ലാ പിണക്കവും മാറ്റി അമ്മയുടെ കവളിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്. അതുപോലെ സാഗറിന് ഉമ്മ കൊടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്നു. അതേസമയം മനോജ് വിഷമിച്ചിരിക്കുന്നത് കണ്ട് കൺമണിയാണെങ്കിൽ മനോജിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ഏട്ടൻ എന്നെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടുവാണെന്ന് എനിക്കറിയാം. എല്ലാത്തിനും കാരണക്കാരി ഞാനല്ലേ. എൻ്റെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടല്ലേ ഏട്ടൻ ഈ പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടിയത് എന്ന് പറയുമ്പം മനോജ് പറയുന്നു, ഒരിക്കലും അല്ല മോളെ. കൂടപ്പിറപ്പൊരു സഹോദരിയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ കുട്ടിക്കാലം മുതലേ പൈസ സേവ് ചെയ്ത് വെക്കണമെന്ന് പണ്ടുള്ളവർ പറയും. പക്ഷേ ഞാനതൊന്നും ചെയ്തതുമില്ല, ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. എളുപ്പ വഴിയായി ഈ ഏട്ടൻ നോക്കിയത്. ഞാൻ കാരണം പലർക്കും മാനക്കേടായെന്നുള്ള കാര്യം തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. മോളെ, നീ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ ഏട്ടൻ കാരണം പുറത്തിറങ്ങാൻ വയ്യ, മറ്റുള്ളവരുടെ മുമ്പിൽ തല പൊക്കാൻ വയ്യ എന്നൊക്കെ? എന്താ ഏട്ടാ, ഞാനും കൂടി അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏട്ട ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും നാൾ ചെയ്ത നന്മകളൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? എനിക്കങ്ങനെ ഒരു ഫീലിങ്സേ ഇല്ലെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് കൺമണിയും. അങ്ങനെ മനോജിനെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ കാരണമല്ലേ മോളെ വിവാഹം മുടങ്ങിയത്, പിന്നീടുണ്ടായ പ്രശ്നങ്ങളൊക്കെ എല്ലാത്തിനും കാരണക്കാരൻ ശരിക്കും ഞാൻ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് മനോജ് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് ആ സമയത്ത് ധനലക്ഷ്മി അകത്തേക്ക് കയറി വന്ന് സങ്കടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ആ 51 പവൻ്റെ കാര്യത്തെക്കുറിച്ച് പോലീസ് എന്തെങ്കിലും പറഞ്ഞോ? അത് തിരിച്ചു തരുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ?
അത് കേട്ട് മനോജ് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് കൺമണിയാണെങ്കിൽ ധനലക്ഷ്മിയെ വിളിച്ചു മാറ്റി നിർത്തി പറയുന്നു, ഒന്നാമത് ഏട്ടൻ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണോ സ്വർണത്തിൻ്റെ കാര്യം പറയുന്നത്? ഞാൻ ആ സ്വർണ്ണം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഏട്ടത്തി കൂടെ സ്വർണത്തിൻ്റെ കാര്യം പറയുന്നതെന്ന് പറയുമ്പം മനോജിൻ്റെ അടുത്തേക്ക് ചെന്ന് ധനലക്ഷ്മി പറയുന്നു, ആ സ്വർണം തിരികെ കിട്ടിയാലും ഇവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവളെ ആ സ്വർണ്ണങ്ങളെല്ലാം അണിയിച്ച് കതിർമണ്ഡപത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം ഏട്ടത്തി ഇനി ആ സ്വർണത്തെക്കുറിച്ച് പറയണ്ട, ആ സ്വർണത്തിൻ്റെ കാര്യം ഇപ്പോൾ തന്നെ വിട്ടേക്ക്, ഞാൻ ആ സ്വർണം മറിച്ച് തന്നേക്കാമെന്ന് കൺമണി വീണ്ടും പറയുന്നു. അത് മതി എന്ന് പറഞ്ഞ് ധനലക്ഷ്മിയാണെങ്കിൽ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ ഏട്ടത്തി നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചോ മോളെ എന്ന് ചോദിക്കുമ്പം സാരമില്ല ഏട്ടാ. സുജിയാണെങ്കിൽ ബലരാമന് വേണ്ടിയിട്ട് പ്രത്യേകം ഓരോ കറികളൊക്കെ ഉണ്ടാക്കി അടുക്കളയിലേക്ക് വരുന്ന സാഗർ കാണുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ, ഇതെന്ത് പറ്റി ഇന്ന് ഇത്രയും കറികൾ, എനിക്കിപ്പോൾ തന്നെ വിശപ്പ് വരുന്നു, കഴിച്ചാലോ? അതിനെന്താ, നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞ് കറി ടേസ്റ്റ് ചെയ്യാനായിട്ട് സാഗറിൻ്റെ കൊടുക്കുന്നുണ്ട്. സൂപ്പർ കറി എന്ന് പറയുമ്പം സാഗറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ബലരാമൻ ഇഷ്ടപ്പെടും, സാഗറിൻ്റെ ടേസ്റ്റ് തന്നെയല്ലേ ഈ ബലരാമനുള്ളത് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് സാഗറിനാണെങ്കിൽ ഒരു ചെറിയ നിരാശ തോന്നുന്നുണ്ട്. കാരണം ബലരാമന് വേണ്ടിയിട്ട് മാത്രമാണോ ഫുഡ് ഉണ്ടാക്കി എന്നുള്ള രൂപത്തിൽ കൃഷിനെ അവോയ്ഡ് ചെയ്യരുതെന്ന് മുമ്പേ ഒരു വാണിംഗ് കൊടുത്തതാണ്, വീണ്ടും അങ്ങനെ തന്നെ പെരുമാറുവാണോ എന്നുള്ള ഒരു ടെൻഷനും കൂടി ആയിരിക്കും. ബലരാമനെ വിളിക്കുന്ന സമയത്ത് കൃഷി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതെന്താ സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടല്ലോ, മോനെ ബലരാമനെയും കൂടി ഇനി വിളിച്ചുകൊണ്ട് വാ, നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാം. പിന്നെ ബലരാമനോട് ഒരു കാര്യം പറയണം, ഫുഡ് കഴിക്കാൻ നേരത്ത് ആരും വിളിച്ചില്ല പറഞ്ഞില്ല അങ്ങനെയൊന്നും പരിഭവം കാണിച്ച് നിൽക്കേണ്ട, എപ്പോൾ വിശപ്പ് തോന്നിയാലും വന്നെടുത്ത് ചോദിച്ച് കഴിച്ചേക്കണം എന്നൊക്കെ പറയുന്നു. അതേസമയം കൃപമോളാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. ഏട്ടന് വേണ്ടിയിട്ട് അമ്മ സ്പെഷ്യൽ കറി ഉണ്ടാക്കിയെന്നുള്ള കാര്യം മനസ്സിലാക്കി കൃഷിൻ്റെ മുഖം വാടുന്നത് കണ്ടിട്ട് സാഗർ വന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ അടുക്കള ജോലിയൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ജോലിയാണെന്ന് പറയുന്നത്, ഒരു ദിവസം നമുക്ക് രണ്ടാൾക്കും കൂടി കയറണം, എന്നിട്ട് എന്തിനാ, നമുക്കിഷ്ടമുള്ള കാര്യം നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഇപ്പം തന്നെ പറഞ്ഞു കേട്ടോ, രാമന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം കയ്യാൽ ഉണ്ടാക്കിയതാ, ഹോട്ടലിൽ നിന്ന് വാങ്ങിയതല്ല. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കൃപമോൾ പറയുന്നുണ്ട്, സ്വന്തമായിട്ടുണ്ടാക്കണം, അതെല്ലാവരും കഴിക്കണം, ശേഷം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. അപ്പം ബലരാമൻ പറയുന്നു, ഈ പെണ്ണിൻ്റെ വർത്തമാനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതേസമയം കൺമണിയാണെങ്കിൽ കൃഷിനെ വിളിക്കുന്നു. കൺമണി കോളിംഗ് എടുക്കണമല്ലേ, സംസാരിക്കണമല്ലേ എന്നൊക്കെ കൃപമോള് തമാശ മട്ടിന് ചോദിക്കുന്ന സമയത്ത് സാഗറും പറയുന്നു, എന്തായാലും അത്യാവശ്യമുള്ള കോളാണെങ്കിലോ എടുക്കുമോനെ. അങ്ങനെ എടുക്കുമ്പം കൺമണി ചോദിക്കുന്നു, തിരക്കിലാണോ, അടുത്ത ആരെങ്കിലും ഉണ്ടോ, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്, ഫുഡ് കഴിക്കാൻ പോവാണ് എന്ന് പറയുന്ന സമയത്ത് എങ്കിൽ ഞാൻ പിന്നീട് വിളിക്കാം, ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാം, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വിഷ് കൊടുക്കുന്നു. അതായത് കൃഷിൻ്റെ പിറന്നാളാണ്, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന സമയത്ത് സാഗറും എല്ലാവരും ഷോക്കാകുന്നു. കാരണം ഇന്ന് വരെ കൃഷിൻ്റെ പിറന്നാൾ ആരും മറക്കാറുള്ള കാര്യമല്ല, നിനക്കെങ്കിലും ഓർത്തുവിടായിരുന്നോ എന്ന് സാഗർ ചോദിക്കുന്ന സമയത്ത് കൃപമോൾ പറയുന്നു, സാധാരണ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് പറയുന്നത് അമ്മയല്ലേ, ഇത്തവണ അമ്മയ്ക്കിത് എന്തു പറ്റി, അതുകൊണ്ടാണ് മറന്നത്, സോറി മോനെ. അമ്മയും അച്ഛനും ട്രിപ്പിന് പോയി ആ ഒരു തിരക്കിനിടയ്ക്ക് മറന്നു പോയതാണെന്നും പറഞ്ഞ് സാഗറാണെങ്കിൽ കൃഷിനെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ പിറന്നാൾ മറന്നു പോയല്ലോ എന്നുള്ളൊരു വിളർച്ചയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സുജിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.